ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പല്ലവിയെയും സേതുവിനെയും മോശക്കാരാക്കി തന്നെ സംസാരിക്കുന്നു. ആ സമയത്ത് ഇവിടെ അരുതാത്തൊന്നും നടന്നിട്ടില്ല, എന്നെ നിങ്ങളൊന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ വലിയ ഡയലോഗ്, എനിക്ക് എൻ്റെ പല്ലവിയെ വിശ്വാസമാണ്, ഞാൻ പല്ലവിയെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. വാ പല്ലവി, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവരെ ഞെട്ടി, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം കണ്ടോ എൻ്റെ മോൻ്റെ മനസ്സ് നിങ്ങൾ കണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ഡയലോഗ്, നിന്നെപ്പോലൊരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഇവരെല്ലാവരും ഒരു നാടകം നടക്കുന്നത് പോലെ നോക്കും കേട്ടോ. ഇവനെപ്പോലൊരു മരുമകനെ ഗോവിന്ദമാഷിന് ഇനി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് രാജലക്ഷ്മി. മുകുന്ദമാഷിന് അങ്ങനെ ഒരു മരുമകനെ വേണ്ടെങ്കിലോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് ആരെയാണ് വേണ്ടത്, ഇവനെയോ എന്ന് ചോദിച്ചു രാജലക്ഷ്മി. അതെ എന്ന് പല്ലവിയും പറഞ്ഞു. സേതു അങ്ങനെ അന്താളിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ മേഡം ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാം. ഞാൻ ഇനി സേതുവേട്ടനൊപ്പം ജീവിക്കാൻ പോവുകയാണ് നമ്മുടെ പല്ലവി പറഞ്ഞു. ഇത് കേട്ട് സേതു അങ്ങനെ നോക്കി നിൽക്കുക, മിണ്ടാൻ പോലും കഴിയുന്നില്ല. ഇന്ദ്രൻ്റെ കളി അവിടെയും പൊളിഞ്ഞു. അപ്പോഴേക്കും അച്ഛനും അമ്മയും കണ്ണും തുറച്ചിങ്ങനെ നോക്കി നിന്നുപോയി. അങ്ങനെ സേതുവിൻ്റെ കൈ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് അത്രയ്ക്ക് ജീവനാണ് എനിക്ക് എൻ്റെ സേതുവേട്ടനെ എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ. പോലീസുകാരൊക്കെ ഇത് കണ്ട് സന്തോഷമായിട്ട് നിൽക്കും കേട്ടോ. സേതുവേട്ടാന്ന് പറഞ്ഞ് സേതുവേട്ടൻ്റെ കൈയും പിടിച്ച് പല്ലവി നല്ല കൂളായിട്ട് അവിടെ നിന്ന് നടന്നുപോയി. സേതു ഒരു പാവ നിൽക്കുന്നത് പോലെ എല്ലാത്തിനും നിന്ന് അങ്ങ് കൊടുത്തു, അതല്ലാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വെളുക്കാൻ തേച്ചത് വേണ്ട എന്നുള്ള ഇതിൽ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അതായത് നമ്മുടെ രാജലക്ഷ്മിയും അതുപോലെ മകനും. ഈ സമയത്ത് എന്താ ഒന്നും പറയാതെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നത് എന്ന് ശോഭയോട് രാജലക്ഷ്മി ചോദിക്കാം. മോള് പോയി, കൈ വിട്ടുപോയി, അതും പറഞ്ഞു നീ വാടാ എന്നും പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് പോലീസേ ഇനി ഞങ്ങൾ പൊക്കോട്ടെ, അപ്പം നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു മേഡം, വാടാ എന്തിനാ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. അപ്പം നിങ്ങളും പൊക്കോളാൻ പറഞ്ഞു അച്ഛനോടും അമ്മയോടും എന്നും പറഞ്ഞു പോലീസുകാരും അങ്ങ് പോയി. അപ്പം ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാച്ചുമാനും മുകുന്ദമാഷും അമ്മയും മാത്രമായി അവിടെ. ഇയാൾ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പോ മാഷേ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പിള്ളേരറിഞ്ഞാലേ നാണക്കേടാ, പല്ലവി ടീച്ചർക്ക് മാത്രമല്ല ഈ കോളേജിന് നാണക്കേടാണെന്നും പറഞ്ഞുകൊണ്ട് അയാളും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ സമയം അവൾ എന്തിനാ നമ്മളിങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ശോഭാമ്മ മുകുന്ദമാഷിനോട് പറഞ്ഞപ്പം വേദനിപ്പിച്ചത് ദൈവങ്ങളല്ല നമ്മുടെ മോളാണെന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഈ സമയത്ത് നമ്മുടെ സേതുവേട്ടനും അതുപോലെ തന്നെ ഹരിക്കുട്ടനും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോരും. അപ്പോൾ ഹരി നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സേതുവിനോട് സംസാരിക്കുവാണ്. പല്ലവി വണ്ടിയിൽ പുറകിൽ ഇരിപ്പുണ്ട്. എന്നാലും നിങ്ങളെ നാണം കെടുത്തിയത് ആരായിരിക്കും സേതുവേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഹരിക്കുട്ടൻ. അപ്പം അറിയില്ല എന്ന് പറഞ്ഞു സേതു. എൻ്റെ ബലമായ സംശയം അവനാണെന്നാ, ആ ഇന്ദ്രൻ അവനാ ഇങ്ങനത്തെ കോഴിത്തരം പരിപാടിയൊക്കെ കാണിക്കത്തുള്ളെന്നും ഹരിക്കുട്ടൻ ഇങ്ങനെ പറയുന്നു. പിന്നെ എൻ്റെയും മിത്രേട്ടൻ്റെയും ഭാഗത്തും തെറ്റുണ്ട് എന്നും പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ പോകാൻ പാടില്ലായിരുന്നു, സേതുവേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമായിരുന്നു എന്നൊക്കെ പറയാം. എങ്കിൽ ഇങ്ങനൊരു വിഷയമേ എവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഹരി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സേതു ഇങ്ങനെ പല്ലവി നോക്കുക. പല്ലവി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചത്ത ശരീരം പോലെ ഇവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സേതു ഇങ്ങനെ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കാം. അതുപോലെ തന്നെ പല്ലവിയും. പിന്നെ ഇവൾ അന്നേരം അവിടെ വെച്ച് പറഞ്ഞതുപോലെ എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയാൻ ദൈവങ്ങൾ തോന്നിപ്പിച്ച സമയം ചിലപ്പോൾ ഇന്നായിരിക്കും. എന്തായാലും പല്ലവിയുടെ ധൈര്യം അത് ഞാൻ സമ്മതിച്ചു എന്നൊക്കെ സേതു മനസ്സിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. പക്ഷെ പല്ലവി ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുക. അപ്പോൾ പല്ലവിക്ക് സങ്കടമുണ്ടെന്നറിയാം. എന്നാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ ഈ സങ്കടമൊക്കെ അങ്ങ് മാറും. പിന്നെ ഒരിക്കലും പല്ലവിയുടെ കണ്ണെന്നറിയാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ സേതു ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നു. ഇത് സേതുവിൻ്റെ വാക്കാണെന്നും. പക്ഷെ പല്ലവി ഇങ്ങനെ ഇതൊന്നും അറിയാത്ത ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇന്ദ്രൻ അവരുടെ വിവാഹ ഫോട്ടോ അവിടെ ഇരുന്നത് എടുത്ത് എറിഞ്ഞുടയ്ക്കുവാണ്. അപ്പോൾ വിവാഹ ഫോട്ടോ എടുത്ത് എറിഞ്ഞുടച്ചു. ആ സമയത്ത് അമ്മ വന്നിത് കണ്ടു. പൊട്ടിക്കണം മോനെ, നിന്റെ ദേഷ്യം തീരുന്നത് വരെ പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ കൊലി കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ ചെന്ന് ആ ഫോട്ടോയിൽ ചവിട്ടി അരച്ച് ഇങ്ങനെ കാണിക്കുന്നു. എടി പല്ലവി, നിന്നെ ഇതുപോലെ ചവിട്ടി അരയ്ക്കാൻ കൊതിച്ചതാണ് ഞാനെന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോയിലൊരു ചവിട്ടി അരയ്ക്കും കേട്ടോ. സാരമില്ല, കാൽചക്രം കറങ്ങി തിരിഞ്ഞ ഒരിക്കലും ആ അവസരം എനിക്ക് ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുമ്പം അമ്മേ പല്ലവി ചേച്ചിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, ചേച്ചി പാവമാണെന്നും പറഞ്ഞ് അനിയൻ അങ്ങോട്ടേക്ക് വന്നു. അവളെയും ആ സേതുവിനെയും കൂടെ മുറിയിൽ നിന്ന് ഇറക്കിയ രംഗം നീ കണ്ടില്ലല്ലോ, കണ്ടിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ രാജലക്ഷ്മി പറയാ. ഛേ, ഓർക്കും എൻ്റെ തൊലി ഉരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാനിവിടെ ഇല്ലാതിരുന്നു ഒറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ടായതെന്ന് അനിയൻ അന്നേരം പറയുന്നു. ഇന്ദ്രനൊന്നും ഉണ്ടാകുന്ന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇന്ദ്രൻ എന്തൊക്കെയോ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അനുജൻ നേരെ ഏട്ടൻ്റെ അരികിലേക്ക് ചെന്നു. ഇന്ദ്രേട്ടൻ ഈ നടന്ന സംഭവങ്ങളിലൊന്നും ഉണ്ടാവില്ലല്ലോ
കേട്ടപ്പോൾ എവിടെ ഒരു ചതി മണക്കുന്നത് പോലെ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു അനിയൻ ചേട്ടനോട്. ചേട്ടൻ അന്നേരം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴേക്കും രാജലക്ഷ്മി ഇളയ മോൻ്റെ തല തിന്നാൻ ചെല്ലുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട്. ആ സമയം ഇന്ദ്രൻ മിണ്ടാതെ നിൽക്കുമ്പോൾ നമ്മുടെ പല്ലവി സേതുവിൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നിന്ന കഥയൊക്കെ നിന്ന് പറയുക രാജലക്ഷ്മി. അപ്പോൾ ഉണ്ട്, എൻ്റെ കൈ കൊണ്ടാണ് ഞാനതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഞാനാ അവരെ രണ്ടുപേരെ റൂമിനകത്തിട്ട് പൂട്ടിയത്, ചുമ്മാ ഒരു പറയാൻ വേണ്ടി അവനൊന്നും പറഞ്ഞ് ഇന്ദ്രൻ കിടന്ന് നല്ലവനായി ഇങ്ങനെ അനിയൻ്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കുക. എടാ അനിയ, പല്ലവിൻ്റെ ഭാര്യയല്ലേടാ, അപ്പോൾ അവളെ നാണം കെടുത്തുന്ന എന്തെങ്കിലും പരിപാടി ഞാൻ ഒപ്പിക്കോടാ, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചല്ലോടാ എന്നൊക്കെ പറഞ്ഞാണ് കരച്ചിലും വീഴ്ചയിലും കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ. നിനക്കറിയാമോ, അവൾ ഇപ്പോൾ വന്നാലും അവളെ കൂടെ കൂട്ടാൻ ഞാൻ തയ്യാറാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട മോനെ, പുകഞ്ഞ കൊള്ളി പുറത്ത്, അതിനെ വീണ്ടും എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് നീ വെക്കേണ്ട, ബെഡ്റൂമേ കത്തിപ്പോകും. അപ്പം എനിക്ക് പറ്റുന്നില്ലമ്മേ എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ, പറ്റിയില്ലെങ്കിൽ സേതുവിൻ്റെ കൈയും പിടിച്ച് അവളെ ഇറങ്ങിപ്പോയി ആ രംഗം അതൊന്ന് ഓർത്താൽ മതി, അപ്പം നിനക്ക് പറ്റും എന്ന്. നിന്റെ മനസ്സിൽ നിന്നും ചിന്തയിൽ നിന്നൊക്കെ അവൾ ഓട്ടോയും വിളിച്ച് പൊക്കോളൂ എന്നൊക്കെയാണ് അമ്മ മോന് പറഞ്ഞു കൊടുക്കുന്നത്. മോനാണെങ്കിലോ തിരിഞ്ഞിരുന്ന് ചിരിയോ ചിരി, അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഇതിൽ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ ഒരിടത്ത് വന്ന് ഇറങ്ങി. പല്ലവി നമുക്ക് എന്തെങ്കിലും കുടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ താനിങ്ങനെ വിഷമിക്കല്ലേ, മുകുന്ദ മാഷിനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു സേതു. അപ്പോൾ താനിങ്ങ് വന്നേ, ഇന്നലെ രാത്രി ഒന്നും കഴിച്ചതല്ലല്ലോ, ഒരു ജ്യൂസെങ്കിലും കുടിക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വേണ്ടാന്ന് തന്നെ പല്ലവി പറഞ്ഞുകൊണ്ട് നിൽക്കുക. എനിക്ക് സേതുവേട്ടനോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സേതുവിൻ്റെ മനസ്സിൽ ലഡ് പൊട്ടി, ദൈവം എന്തായിരിക്കുന്നു. പിന്നെ ഹരിക്കുട്ടനെ അവിടെ നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി പോകുക. അങ്ങനെ ആരും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെന്നു. അപ്പോൾ പല്ലവി ഇങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ പല്ലവിക്ക് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ, എന്താണെന്ന് ചോദിച്ചപ്പോൾ പല്ലവി ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ സേതുവിനെ നോക്കുക. സേതു നേരത്തേക്കും ഇങ്ങനെ അടുത്ത് നിൽക്കുക കേട്ടോ. പല്ലവി ഇങ്ങനെ സേതുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ എന്താ പല്ലവി, എന്തായാലും പറയാനുള്ളത് താൻ പറയാൻ പറഞ്ഞു. അപ്പോഴും പല്ലവി ഒന്നും മിണ്ടുന്നില്ല. അച്ഛനെയും അമ്മയെയും ഒക്കെ ഓർത്തിട്ടുള്ള സങ്കടമാണോ? മാഷിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ആക്കിക്കോളാമെന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഉള്ളതിപ്പോൾ അതൊന്നുമല്ല, സേതുവേട്ടനെക്കുറിച്ചുള്ള ചിന്തകളാണെന്ന് പല്ലവി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സേതു ഇങ്ങനെ എന്താ സംഭവം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് സേതുവേട്ടനെ ഇഷ്ടമാണെന്നും ഇനി സേതുവേട്ടൻ്റെ ഒപ്പം ജീവിക്കാൻ പോകുന്നു എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം സേതു ഇങ്ങനെ ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാകാൻ നിൽക്കുക കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞത് ആ ഇന്ദ്രജിത്തിൻ്റെയും രാജലക്ഷ്മിയുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ പല്ലവി പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ അവരുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും തോറ്റതുപോലെ ആയേനേന്നൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. സേതു ഒന്നും മിണ്ടുന്നില്ല. പല്ലവിക്ക് പറയാനുള്ളതെല്ലാം പല്ലവി ഇങ്ങനെ പറഞ്ഞു തീരട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുക. സേതുവേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി പല്ലവി, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവിയുടെ ഉള്ളു കിടന്ന് പിടയുന്നതായിട്ട് നമ്മുടെ സേതുവിന് മനസ്സിലായി. സാരമില്ല പല്ലവി, അത് മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ സേതുവേട്ടന് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ദേഷ്യമുണ്ടോ എന്ന് പല്ലവി ചോദിച്ചപ്പം ഒരു ദേഷ്യവും എനിക്കില്ല എന്ന് പല്ലവിയോട് പറഞ്ഞു. എന്നാലും അത്രയും പേരുടെ മുന്നിൽ ഞാൻ കാരണം സേതുവേട്ടന് നാണം കെടേണ്ടി വന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് പല്ലവി ഭയങ്കര കരച്ചിലും പറച്ചിലും. അതിനുശേഷം പല്ലവി സേതുവിനോട് സമസ്ത അപരാധവും പറഞ്ഞു മാപ്പ് അപേക്ഷിക്കുന്നു. അപ്പോൾ പല്ലവി കരയരുത്, പല്ലവിയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പല്ലവിയെ സമാധാനിപ്പിച്ചു. പക്ഷേ സേതു സ്വപ്നം കണ്ടത് വെറുതെ ആയിപ്പോയെന്ന് സേതുവിന് മനസ്സിലായി. കാരണം പല്ലവിയുടെ മനസ്സിൽ സേതു ഇല്ല എന്നുള്ള ഒരു മനസ്സിലാക്കി. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോവുക. സേതുവാണെങ്കിൽ ആകെ തകർന്നായിരിക്കുന്നത്, പല്ലവി അതിനേക്കാളും തകർന്നായിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി വീട്ടിലെത്തി കഴിഞ്ഞപ്പം പല്ലവിയുടെ വീട്ടുകാരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയൊക്കെ ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്തോളാം എന്നൊക്കെ നമ്മുടെ സേതു പറയാം. വേണ്ട സേതുവേട്ടാ, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്നാണ് പല്ലവി പറഞ്ഞത്. അങ്ങനെ അതും പറഞ്ഞു പല്ലവി വീട്ടിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോൾ ധൈര്യമായിട്ട് ചെല്ലു പല്ലവി ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറഞ്ഞു വിടുക. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അവളുണ്ടെന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് സേതു അകത്തേക്ക് കയറി ചെന്നു. സേതു അകത്തേക്ക് കയറി ചെന്നപ്പോൾ അമ്മ ഭാഗമായിട്ട് ഇറങ്ങി വരിക. അതായത് പല്ലവിയുടെ ഡ്രസ്സുകൾ മൊത്തം പാക്ക് ചെയ്ത് എന്നിട്ട് മുന്നിൽ കൊണ്ടുവന്ന് മകൾക്ക് കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് എവിടേക്കാണെന്ന് വെച്ചാൽ മോള് പൊയ്ക്കോളാൻ പറഞ്ഞു. അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പല്ലവി അന്താളിച്ച് നിൽക്കും. അപ്പോഴത്തേക്കും പാറു ഇറങ്ങി വന്നു. അപ്പോൾ ഇങ്ങനെ ഇവർ നോക്കുക കേട്ടോ, നീ ഇനി ഈ വീട്ടിലല്ല നിൽക്കേണ്ടതെന്നും സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്ന മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നതാണ് അതിൻ്റെ ശരി എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇനി നീ പറയുന്നതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അച്ഛൻ പല്ലവിയോട് പറയാം. പാറു നിന്ന് ഭയങ്കര കരച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം, കേട്ടേ പറ്റുമെന്ന്
പല്ലവി തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടതാണല്ലോ എന്ന് ശോഭാമ. ഇനിയൊന്നും പറയാനായിട്ട് നീ നിൽക്കണ്ടെന്നും നിനക്ക് ഇവൻ്റെ കൂടെ താമസിക്കാനല്ലേ ഇഷ്ടം, അതുപോലെ ചെയ്തോളാനും അമ്മ പറയാം. അപ്പം അത് കേട്ടപ്പം അയ്യോ മാഷേ, അവിടെ വെച്ച് പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങളെന്ന് നമ്മുടെ സേതു പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മകളോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് സേതുവിനോട് നമ്മുടെ ശോഭാമ ചോദിക്കുന്നു. സേതുവിനൊന്നും പറയാനില്ല. ദേ നിങ്ങൾ ഞങ്ങളെ നോക്കണ്ട, നീ പഠിപ്പും വിവരമൊക്കെ ഉള്ള കുട്ടിയാ, പിന്നെ നിങ്ങളുടെ അത്രയും ലോകപരിചയമൊന്നും ഞങ്ങൾക്കില്ല. നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ, ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണ് അച്ഛനും അമ്മയും കൂടി ചേർന്ന്. അപ്പോൾ എല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തില്ലേ, ഇതിൽ കൂടുതൽ ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ സേതുവിനോട് ഇങ്ങനെ അമ്മ ചോദിക്കുക. അപ്പോഴത്തേക്കും പാറു ഇറങ്ങി വന്നു. അമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ പാറുവിനെ ഇവർ വഴക്ക് പറഞ്ഞ് അകത്തേക്ക് വിടുക. മാഷേ ബാ മോളെ യാത്രയാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതെല്ലാം കൂടെ എടുത്തു കൊടുത്തിട്ട് അവരകത്തേക്ക് കയറിപ്പോയി വാതിലും കൊട്ടി അടച്ചു. അങ്ങനെ പല്ലവിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ സമയത്ത് വാ പല്ലവി എന്ന് പറഞ്ഞുകൊണ്ട് സേതു പല്ലവിയെ കൂട്ടിക്കൊണ്ട് പോകുക. ഇങ്ങോട്ട് തന്നെ പല്ലവിക്ക് തിരിച്ചു വരേണ്ടി വരുമെന്നും പറഞ്ഞു. അതിനുശേഷം അകത്ത് കയറി അമ്മയും അച്ഛനും കൂടെ വാ വിട്ട് കരയുവാണ്. ഭയങ്കര കരച്ചിൽ. പാറു അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സേതു ഇങ്ങനെ പല്ലവിയുമായിട്ട് പല്ലവിയുടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് പടി ഇറങ്ങുന്നു. അച്ഛനും അമ്മയും അകത്തിരുന്ന് കരയുന്നു. പല്ലവിയും കൊണ്ട് എങ്ങോട്ട് പോകുന്നു സേതുവിന് അറിയില്ല. ഈ സമയത്ത് എന്തിനാ നമ്മുടെ മോളോട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കരിവാരി തേക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെ അങ്ങ് കൊന്നു കളയായിരുന്നില്ലേ അവൾക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിക്കുക. അതിനുശേഷം അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ദേ ഇവള് മാത്രമേ ഇനി നമുക്ക് മകളായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അതായത് പാറു മാത്രമേ മകളായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. വണ്ടിയിൽ കയറി ഇങ്ങനെ എന്താ പറയുന്നത്, ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ ഒരു മരിച്ചു ജീവിച്ചൊരവസ്ഥയിലിരിക്കുന്ന നമ്മുടെ പല്ലവിക്ക് താങ്ങായും തണലായും നിൽക്കുന്ന സേതുവും, ഇവരെ രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.